വലിയ ആകാംക്ഷയും ഉത്കണ്ഠയുടെ പിച്ചാത്തി മുനയിൽ ഈ ചുണ്ടൻ വള്ളങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ നിന്ന് അരുൺ രാജ് തത്സമയം ചേരുകയാണ്. അരുൺ രാജ്, ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ കഴിയുന്നത്? തീർച്ചയായും ഗുഡ് മോർണിംഗ്. ആലപ്പുഴ അക്ഷരാർത്ഥത്തിൽ ഒരു ഒളിമ്പിക്സിനാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഓളപ്പരമ്പിലെ ഒളിമ്പിക്സിന് അല്പസമയത്തിനകം, അതായത് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ തുടക്കമാകും. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. കാരണം ചുണ്ടൻ വള്ളങ്ങൾ ഇവിടേക്ക് എത്തിയാൽ അതിനുള്ള ക്രമീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ അവസാനഘട്ട പരിശോധനയിലാണ്. നമ്മൾ ഈ കാണുന്ന പോലെ ഒരു വർണ്ണാഭമായ ഒരു ക്രമീകരണം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റാണ് ഏതൊരു മത്സരത്തെ സംബന്ധിച്ചും ഏറെ നിർണായകമാവുക. ഇവിടെ ഉണ്ടാകുന്ന തുടക്കം, ആ തുടക്കത്തിൽ എത്രത്തോളം വേഗത്തിൽ കുതിക്കാൻ കഴിയുമോ അതായിരിക്കും ഓരോ ചുണ്ടൻ വള്ളങ്ങളെയും ആ ഫൈനലിലേക്ക് എത്തുമ്പോൾ, അവസാന ആ മിനിറ്റുകളിലേക്ക് എത്തുമ്പോൾ, സെക്കൻഡുകളിലേക്ക് എത്തുമ്പോൾ അവർക്ക് കൂടുതൽ ഊർജ്ജം പകരുക. അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരു തരത്തിലുള്ള കുറവുകളും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും, പരാതിമുക്തമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. എന്തായാലും ഈ പുന്നമടയുടെ ഇരു കരകളും വലിയ രീതിയിൽ ജനസാഗരം കൊണ്ട് വലിയ രീതിയിൽ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഈ വരുന്ന വഴിയിലെല്ലാം കണ്ട കാഴ്ച, വിദേശികളടക്കം സ്വദേശികളടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരടക്കം ഇവിടേക്ക് എത്തുന്ന കാഴ്ചയുണ്ട്. എന്തായാലും അത് വലിയ രീതിയിൽ വൈകുന്നേരമാകുമ്പോഴേക്കും പുന്നമടയുടെ ഇരു കരകളും ഈ ചുണ്ടൻ വള്ളം കളി, അത് ഈ നെഹ്റു ട്രോഫി, 71ാമത് നെഹ്റു ട്രോഫി കാണാൻ അത് എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായും അക്ഷരാർത്ഥത്തിൽ പുന്നമടയുടെ ഈ ഓളപ്പരപ്പുകളെ തീപിടിപ്പിച്ചുകൊണ്ടായിരിക്കും ചുണ്ടൻ വള്ളങ്ങൾ ഇവിടെ മത്സരത്തിന് ഇറങ്ങുക. 21 ഈ മത്സരങ്ങളാണ്, 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മത്സരത്തിനെത്തുന്നത്. 11 ചുണ്ടൻ വള്ളങ്ങൾ കുട്ടനാട്ടുകാരുടേതാണ്, കുട്ടനാട്ടിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് വലിയ മത്സരമായി മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഈ കാഴ്ച കാണാൻ നമ്മളെല്ലാം ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള വള്ളംകളിയുടെ ആരാധകർ അവരും കാത്തിരിക്കുകയാണ്. ഈ ജലമേള, അത് ആരായിരിക്കും ഇത്തവണ ഈ കിരീടത്തിൽ മുത്തമിടുക, അതിന്റെ സാക്ഷിയാകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായിരിക്കുകയാണ്. സ്കേൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.